ജെഎൻയുവിലെ അധ്യാപക സംഘടനാ പ്രതിനിധികൾ വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കീഴടങ്ങില്ലെന്ന നിലപാട് വിസി അറിയിച്ചേക്കും. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേരുന്നു. ജെഎൻയുവിൽ നിന്ന് ആസിഫ്, വിസിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കീഴടങ്ങില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പോലീസ് ക്യാമ്പസിനകത്ത് പ്രവേശിക്കും വേണ്ടി വന്നാലെന്ന് BS ബസി ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? അജിംസ് ഒരു മണിക്കൂർ മുമ്പാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും യോഗം ചേർന്ന വിദ്യാർത്ഥികൾ കീഴടങ്ങേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഈ തീരുമാനം VC അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ അധ്യാപകർ VCയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അധ്യാപക സംഘടനകളുടെയും വിദ്യാർത്ഥി യൂണിയന്റെയും നിലപാട് ഇവർ VC അറിയിക്കും. യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾ കീഴടങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നിലപാട്. ഇതിനവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, യൂണിവേഴ്സിറ്റി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിച്ച കമ്മിറ്റി ഏകപക്ഷീയമായാണ് ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി ആദ്യം തന്നെ പുനഃസംഘടിപ്പിക്കണം. അതിനുശേഷം ഈ കമ്മിറ്റി ഇത് സംബന്ധിച്ച പുതിയ അന്വേഷണം നടത്തണം. അതിനുശേഷം മാത്രം കീഴടങ്ങുന്നത് സംബന്ധിച്ച തീരുമാനം എടുത്താൽ മതി എന്നാണ് ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ക്യാമ്പസിലെത്തിയ 5 വിദ്യാർത്ഥികളും തങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണെന്നും യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവരുമായി ചർച്ച നടത്തുകയും നിങ്ങളിപ്പോൾ കീഴടങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ക്യാമ്പസിലെത്തിയ 5 വിദ്യാർത്ഥികളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അധ്യാപകർ VCയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. യാതൊരു കാരണവശാലും വിദ്യാർത്ഥികളെ കീഴടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അധ്യാപകർ ഇപ്പോൾ VC അറിയിക്കുക. ഇത് സംബന്ധിച്ച് അവർ പത്രക്കുറിപ്പ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംയുക്ത യോഗത്തിന് ശേഷം ഇവർ പത്രക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു. അവരുടെ നിലപാടുകൾ അതിൽ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. അവർ പ്രധാനമായും VCയോട് ആവശ്യപ്പെടുക വിദ്യാർത്ഥികളുടെ രാജ്യദ്രോഹ കുറ്റം എത്രയും പെട്ടെന്ന് പിൻവലിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ VC ഇക്കാര്യത്തിൽ ഇനിയും ചർച്ചകളുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ എന്നാണ് വിദ്യാർത്ഥികൾ